പ്രഭക്കുഞ്ഞിനെ തോൽപ്പിച്ചതും പോരാഞ്ഞിട്ട് ആളിനെ അപായപ്പെടുത്തി. ഒന്ന് നിർത്തിക്കാൻഡി. അച്ഛാ, എവിടെയുള്ളത്? അമ്മയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? മാധവേട്ട, നമ്മുടെ മോള് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഉയരത്തിലെത്തി. MLA ആയി. അതെ അതെ. പക്ഷേ സത്യം പറഞ്ഞ സന്തോഷം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അവളുടെ മുന്നിൽ തോറ്റത് പ്രഭാവതിയാ. അപ്പൊ ഇനി എന്തൊക്കെയാവും പ്രഭാവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നെന്ന് ആലോചിക്കുമ്പോ വലിയൊരു പേടി തോന്നുന്നു. ഞാനും അത് തന്നെ ആലോചിക്കുന്നു. വലിയ വാശിയിലായിരിക്കും അവരിപ്പോ. ഇനിയായിരിക്കും യഥാർത്ഥ യുദ്ധം നടക്കാൻ പോകുന്നു. പിന്നെ ദേവിക MLA ആയതുകൊണ്ട് പഴയതുപോലെ വാശി കാണിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? MLA അല്ല, മന്ത്രിയായാലും കുടുംബത്തിന്റെ അകത്തെ അന്തരീക്ഷം വേറെയല്ലേ? അത് നേരാ. ഇനി എന്ത് കുഴപ്പമായിട്ടായിരിക്കും പ്രഭാവതി വരുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അടുത്ത കുഴപ്പം വന്നു കഴിഞ്ഞമ്മേ. എന്താടി? ചേച്ചിയുടെ വിജയം സംസ്ഥാനം മുഴുവൻ ആഘോഷിക്കുക. പക്ഷെ അതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം. എന്താ? പ്രഭ ആന്റിയെ കാണാനില്ല. എന്താ? അതെ അമ്മേ, റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആന്റി ഇതുവരെ ചന്ദ്രത്തേക്ക് തിരിച്ചെത്തിയിട്ടില്ല. എല്ലായിടത്തും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആന്റിയെ കണ്ടവരാരുമില്ല. ഈശ്വര, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊക്കെ തന്നെയാ. ദേവിക നാട്ടിലെ MLA ആയി. വീട്ടിൽ ഇനി സമാധാനം കിട്ടുമെന്നാ പേടിച്ചിരുന്നത്. അപ്പതാ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ. KDF-നും പ്രഭാന്റിക്കും വലിയ ക്ഷീണം ഉണ്ടായി. ചേച്ചിയെ ഇനി എങ്ങനെ ഫേസ് ചെയ്യും? പത്രക്കാരോട് എന്തു പറയും? ഒരർത്ഥത്തില് പ്രഭാന്റിയെ കുറിച്ച് ആലോചിച്ച പേടിയാവുക. മനസ്സ് പതറി ജീവൻ തന്നെ അപകടപ്പെടുത്തി കളയുമെന്നാ സംശയം. ഈശ്വര, റിസൾട്ട് അറിഞ്ഞിട്ട് ഇത്രയും നേരമായി. ആർക്കും ഒരു അറിവുമില്ലെങ്കിൽ? ശരി, ഇല്ല, ആർക്കും ഒരു അറിവുമില്ല. എനിക്ക് തോന്നുന്നു അവരെന്തോ കടുങ്കൈ ചെയ്തു എന്നാ. അങ്ങ് ആകാശം മുട്ടി നിൽക്കുകയല്ലായിരുന്നോ? ഒറ്റ അടിക്കല്ലേ പാതാളത്തിലേക്ക് പോയത്. വട്ട പൂജയായി. നാട്ടുകാരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? വേറെ ആരെങ്കിലും ആണ് തോൽപ്പിച്ചെങ്കിൽ പോട്ടെ, സ്വന്തം മരുമോളുടെ മുന്നിലല്ലേ മുട്ടുകുത്തിയത്. അവരെന്തെങ്കിലും ചെയ്തു കാണും. എനിക്കും ആദ്യം അങ്ങനെ ഒരു ചിന്ത പോയിരുന്നു. പക്ഷേ പ്രഭാവതി ആത്മഹത്യ ചെയ്യില്ല. ഇരട്ട ചങ്ക അവർക്ക്. ഇരട്ടയല്ല, ഇനി എത്ര ചങ്കുള്ളവരായാലും ശരി, എല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നിരിക്കും. മാഡം, ത്യാഗരാജ, പ്രഭാവതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല മാഡം, ആർക്കും ഒരു പിടിയുമില്ല. നമുക്കെതിരെ ചില ആരോപണങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. നമ്മളെന്തോ ചെയ്തതാണെന്ന്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തല്ലോ. അവരെ ക്ലീൻ ആയിട്ട് തോപ്പിച്ചു. അതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? തനിക്കെന്ത് തോന്നുന്നു? അവർ ആത്മഹത്യ ചെയ്ത് കാണുമോ? അല്ല, അങ്ങനെ ഒരു സംശയം എനിക്ക് ബലപ്പെടുക. ആ ഒരു സംശയം എനിക്കുണ്ട്. മാഡം, ബാക്കിയെല്ലാം സഹിക്കാം. പക്ഷേ നാണക്കേട് സഹിക്കാൻ അവരെ പോലുള്ളവർക്ക് പ്രയാസമാണ്. അപ്പൊ പിന്നെ അത് ചിലപ്പോൾ സംഭവിച്ചിരിക്കും. പാവം, ഞാനും കുറെയൊക്കെ ദ്രോഹിച്ചിട്ടുള്ളതാ. നാളെ ആദരാഞ്ജലികൾ അർപ്പിച്ചൊരു പോസ്റ്റ് ഇടണം. എടോ, പറഞ്ഞങ്ങ് ഉറപ്പിക്കാതെ. സംശയങ്ങളാ ഈ പറയുന്നേ, അല്ലാതെ ആത്മഹത്യ ചെയ്തൊന്നല്ല. അല്ല, ഞാൻ കൊഴുപ്പിക്കാന്ന് കരുതി. അല്ല, മാഡം എന്താ ഒന്നും പറയാത്തെ? പ്രഭ എന്റെ ശത്രു തന്നെയാ. പക്ഷെ പ്രഭാവതിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണ്ട.
അവർക്ക് എന്ത് പറ്റിയെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം. എല്ലാരും വിളിക്ക്, അന്വേഷിക്ക്. പ്രഭാവതിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. സിപ്പി, നമ്മളറിയാതെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഒന്നും മിണ്ടാതിരിക്കണം.